ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഹൂ നോസ് മീ ബെറ്റർ എന്ന് പറയുന്ന ഗെയിമാണ് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. തുടങ്ങുന്നതിന് മുമ്പ് ഇവർക്ക് കുറെ സാധനം വിതരണം ചെയ്യാനുണ്ട്, അത് ഞാൻ ചെയ്യട്ടെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ഒന്നുമില്ലേ, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറ, എഴുത്. ആദ്യം അച്ഛൻ പറയട്ടെ, എഴുതി കഴിഞ്ഞാ പറ. മെയ് 22. അച്ഛന് ഞാൻ കൂടെ വേറെ മോളുണ്ടാ അച്ഛൻ എഴുതിയത്? ഓക്കെ, 2001 കറക്റ്റ്. മെയ് 22 എനിക്കറിയില്ല ആരെ പറഞ്ഞാളാന്ന്. എന്റെ 2001 മെയ് 14. 2001 മെയ് 14. ഓക്കെ, അമ്മക്ക് ഇവർക്ക് രണ്ടൊക്കെ ഓരോ പോയിന്റ്. അച്ഛന് 0. അടുത്ത ക്വസ്റ്റ്യൻ, എന്നൊക്കെ ഇഷ്ടപ്പെട്ട നടൻ. പണ്ടേ ഇല്ലെന്നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനേ ഇല്ലു. പക്ഷെ ഈ നടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട നടൻ. അമ്മ ആലോചിക്കാണ്ട് എഴുതു വേഗം. അച്ഛനെ അതൊന്നും അച്ഛനാദ്യം. മോഹൻലാല്. നിവിൻ പോളി, നിവിൻ പോളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട നടൻ കേട്ടാ. മോഹൻലാലിന് എനിക്ക് പക്ഷെ നിവിൻ പോളിനെയാണ് ഞാൻ ഫാൻ, നിവിൻ പോളി ഫാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് ഇഷ്ടപ്പെട്ട കളറ്. ചിന്തിക്കുന്നു. ഈശ്വര, ഞാനത് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടത്. ഞാൻ അപ്പം ഇവരോട് പറയുന്നതാണ് ആ കളറ്. എല്ലായിടത്തും ഉണ്ടത്. അയാ വൈറ്റാ ആര് പറഞ്ഞു? കറക്കി കുത്തിയതേ കറുപ്പ്. നിനക്കും റെഡ്. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഗ്രീനാന്ന് കേട്ടാ. ഇത് എനിക്ക് 4ാം ക്ലാസ് തൊട്ട് എൻ്റെ ഇഷ്ടപ്പെട്ട കളർ ഗ്രീനാണ്. അറിയില്ല, പോട്ടുപ്പാ, എനിക്ക് വിഷമവും. ലാസ്റ്റ് ആ കഴിയുമ്പോൾ ഇവർക്ക് എന്നെ ഒന്നും അറിയില്ല. അറിട്ട് ഞാൻ +1 ഏത് സ്കൂളിൽ പഠിച്ചിനി? പ്ലീസ് അച്ഛ, തെറ്റിക്കരുത്. ഭാഗ്യന്നെ ചോദിക്കുമ്പോ പറയാൻ പാടുള്ളൂ കേട്ടോ. അടുത്തേല് ഓക്കെ, അതെല്ലാവർക്കും അറിയാം. ഭാഗ്യന്നെ. എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റേ ഉള്ളൂ. അത് അച്ഛനും ഏച്ചിക്കും അറിയില്ലെങ്കിൽ എൻ്റെ അമ്മക്കറിയും. അറിയണം. അച്ഛനെ ഈ ഗെയിമിൽ നിന്ന് പറഞ്ഞേക്കേണ്ടി വരുമോന്ന് എനിക്കൊരു ഡൗട്ട്. അച്ഛനറിയില്ല. ഓക്കെ, അത് നൂൽപുട്ട് മുട്ടക്കറിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ചായക്കടി. അതെ, എന്നാ പിന്നെ ഈ പരിപാടി വെക്കണം. ഇഷ്ടപ്പെട്ട സിനിമ, 7ാം ക്ലാസ്സിൽ നിന്നും 5ാം ക്ലാസ്സിൽ നിന്നെല്ലാം ആ സിനിമ TV-യിൽ ഇട്ടാൽ ഞാനവിടെ മുന്നിൽ കളിക്കാൻ വേണ്ടി പോകില്ല. ആ ഒരൊറ്റ ഓപ്ഷനൊക്കെ തരാം, ഒരു ക്ലൂവേ തരാനില്ലോ. ഒരു ക്ലൂ ഇല്ല. അന്ന് ഓക്കെ, തമിഴാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് ആ ഒരു ടൈം. ഇപ്പോൾ അതന്നെയാണ് ഇഷ്ടം. ആര്യ സിനിമയെന്ന് പറഞ്ഞത് ഒന്നും പറയില്ല. അച്ഛൻ പാവം. അച്ഛൻ രാവിലെ പോയി വൈകുന്നേരം വരുന്നോണ്ട് ഒന്നും അറിയില്ല, പാവം. ഋഷി എന്നാണ് അങ്ങനത്തെ വിജയിന്റെ സിനിമ. അമ്മ വിജയിന്റെ പോട്ട് ഒരു കഥ. അതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട സിനിമ. ഇനി അടുത്തത്, എനിക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ. കൊറോണ വന്ന ടൈം ഞാൻ ആ വീട്ടിൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് ഈ ചാനലും വെച്ചിട്ട് ചോറ് വയ്ക്കലും ചായ വെക്കലും ചായ കുടിക്കലും എല്ലാം അത് കണ്ട് ഞാൻ കാര്യമെല്ലാം ചെയ്യുന്ന അമ്മക്കെല്ലാം നല്ലോണം അറിയാം. അപ്പോൾ അച്ഛനെ ഞാൻ ഒഴിവാക്കി. രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്നുണ്ടൊന്നും അറിയില്ല വിചാരിക്കാം. യൂട്യൂബ് ചാനലൊന്നും അറിയില്ല.
എന്നാലും ഒരു ക്ലൂ. ഇപ്പോ ഞാൻ ആ ചാനൽ കാണലുണ്ട്. അച്ഛാ എനിക്ക് ക്ലൂ. അമ്മ നോ. ആ ഒരു കഥ സൊല്ലട്ടുമ്മ. എൻ്റെ ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് യൂട്യൂബ് ചാനലാണ് ഒരു കഥ സൊല്ലട്ടുമ്മ സാറ്. എനിക്ക് ഇഷ്ടം ചായ ആണോ കോഫിയാണോ? പ്ലീസ് പറയല്ല. ആയാ ചായ. അമ്മ ചായ. അതല്ലായിരിക്കും കറക്റ്റ് ആൻസർ ആണ്. ഞാൻ എത്രാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കേരള കളിക്കാൻ വേണ്ടി പോയത് കബഡിയിൽ. ആ എത്രാമത്തെ വയസ്സിലാന്ന് അല്ലെങ്കിൽ എത്രാമത്തെ ക്ലാസ് ആണെന്ന് പറഞ്ഞാലും മതി. ആ അത് അച്ഛൻ അറിയില്ലെങ്കിൽ, കാരണം അച്ഛനാണ് തന്നെ ഇതിന് ട്രയലിനെല്ലാം കൂട്ടിയിട്ട് കൊണ്ടുപോയത്. അതെല്ലാം കറക്റ്റ് ഓർമ്മിച്ച് വെക്കണം. പിന്നെന്ത് ആയാച്ചാ ടൈമൊന്നും ഇല്ല. എന്നിത് എഴുതിയാ മതി, ഒന്നും പറയണ്ട, ആരൊന്നും പറയണ്ട, എഴുത്. ആ എഴുതണം. ഇവിടെ പോയ പിന്നെ ബിള്ളൂർ സ്കൂളിൽ പോയ പിന്നെ 10ാം ക്ലാസ്. അച്ഛൻ പറയുന്നത് 10, അമ്മ 9. 9ാം ക്ലാസ്സിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കേരള കളിക്കാൻ പോയത്. അച്ഛനാന്ന് തന്നെ ആടിയും ഈടിയും എല്ലാം കൂട്ടിക്കൊണ്ടുപോയതും വന്നതും മേടിച്ചു തന്നതും എല്ലാം. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി അടക്കം അച്ഛൻ. പോട്ട് എന്നെ എറണാകുളം കൊണ്ടാക്കിയത് അടക്കം അച്ഛൻ. ഓർമ്മയില്ല, പോട്ടപ്പാ. കേരള കളിക്കാൻ വേണ്ടിയിട്ട് ഏത് സ്ഥലത്തേക്കാണ് പോയത്? അമ്മേരെ നോക്കല്ല. കേരള കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ട്. അതേത് സ്റ്റേറ്റ്? മധ്യപ്രദേശ്. അച്ഛ എഴുത്, ഇവരൊന്നും എഴുതി കഴിഞ്ഞാ. ഒരു ക്ലൂ ക്ലൂ ഇല്ല. 9ാം ക്ലാസ് എന്ന് പറഞ്ഞല്ലേ, നീ കറക്റ്റതല്ലേ? അച്ഛനട്ട് അമ്മ 10. ഞാൻ ആദ്യം 9th എഴുതി, പിന്നെ എനിക്ക് +1 +2 ആണോ ഡൗട്ട് വന്നതാണ്. അപ്പൊ ആയാ അച്ഛൻ ആദ്യം പറ. മധ്യപ്രദേശ്. അമ്മ പറ. ഗുജറാത്ത്. ഗുജറാത്താണ്. ഞാൻ മധ്യപ്രദേശിൽ പോയത് +1 +2 പഠിക്കുമ്പോ. എനിക്കാകെ 2 പോയിന്റ്. എൻ്റെ എത്രാമത്തെ വയസ്സിലാണ് ഞാൻ വീണിട്ട് നെറ്റി പൊട്ടിയിട്ട് സഹകരണത്തെ കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ഇട്ടത്? വയസ്സോ ക്ലാസ്സോ ഏതായാലും ഓക്കെ. എഴുതി. ഞാനത് ഇപ്പം മറക്കാത്തൊരു ദിവസമാണ്. ചെറുതാണ് ഞാന്. ലതീച്ചിന്റെ വീട്ടിൽ. ഓ അപ്പാന്ന് തന്നെ ഓർമ്മയില്ല. നോക്കിട്ട് അച്ഛൻ എഴുതുന്നില്ല. അച്ഛനുണ്ടായിട്ട് പഠിക്കണി വന്നിട്ട് കാണുമല്ല. അച്ഛൻ പറ. അംഗൻവാടി പഠിക്കുമ്പോ അംഗൻവാടി പഠിക്കുമ്പോ അച്ഛൻ കറക്റ്റതാന്ന് ചിലപ്പോ ഇതായിരിക്കും അവസാനത്തെ ക്വസ്റ്റ്യനെ. എനിക്ക് 10ാം ക്ലാസ് പഠിക്കുമ്പം ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്, എനിക്ക് അതിനപ്പോൾ ഫുൾ മാർക്ക് ഇട്ടിട്ടുണ്ട്. അച്ഛനും അതറിയാം, കാരണം ഞാൻ ഇവിടെ വന്നിട്ട് എന്തെല്ലോ തള്ളലുണ്ട്. അച്ഛൻ കറക്ക്, എന്തെങ്കിലും കറക്ക്. ഓർമ്മ വേണ്ട മണിക്കൂട്ടി. അതൊന്നും പറഞ്ഞ കാര്യമില്ല. അച്ഛാ ഇനി ക്ലൂ അല്ല ഇനി ഐഡിയ ബന്ധപ്പെട്ടിട്ട് നീ കൊടുക്ക്. എനിക്കത് അറിയില്ല. എന്നാലൊരു ഗസ്. മാത്സ്. ബയോളജി. സോഷ്യൽ സയൻസ്. ബയോളജിയാ? എവിടുന്ന് ബയോളജി വന്നിനി? കിട്ടിയത് എഴുതിയതാ? അല്ല, സോഷ്യല് പറഞ്ഞ ഹിസ്റ്ററി, ജോഗ്രഫി.
ബയോളജി വരില്ലായിരുന്നു. ബയോളജി +1 +2 ബയോളജി. അപ്പോൾ അവസാനത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞിരിക്കുമെന്ന്. ഇതിലാരാ വിജയിച്ചിട്ടില്ലേ നമുക്ക് കണക്ക് കൂട്ടി നോക്കാം. അച്ഛാ എത്ര മാർക്ക്? എനിക്ക് 3 മാർക്കേ ഉള്ളൂ. 12ൽ 3 മാർക്ക് എൻ്റെ അച്ഛന്. നമുക്ക് 6. അനഘേച്ചിക്ക് 11. എൻ്റെ അനഘേച്ചിക്കാന്ന്, എൻ്റെ ഏച്ചിക്കാന്ന് എന്നെ ഏറ്റവും കൂടുതൽ അറിയില്ല. എന്നെ മനസ്സിലാക്കിയത് ഓളാന്ന്. അപ്പോൾ അമ്മക്ക് 6. അമ്മ ഒരു പകുതി തിരക്കല്ലേ, മറന്നുപോയി നമുക്ക് അങ്ങനെ വിചാരിക്കാം. പക്ഷേ അച്ഛൻ്റെ കാര്യത്തിൽ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ്. അച്ഛനൊന്നും അറിയില്ല. സാറില്ല, ഇനി അച്ഛനെല്ലാം ഇരുത്തി ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം അല്ലേ? വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ കമന്റ് ഷെയർ ചെയ്യണ്ടേ, ഷെയർ കമന്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ. എന്നെ മാർക്ക്